പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം യോഹന്നാന സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്ന ഒരു ദൈവീയ മർമ്മമാണ് ഈ വാക്യം. പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് പലതും ലഭിക്കുന്നില്ല. നാം ചിന്തിക്കേണ്ട ഒരു ഭാഗം, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആദിയിൽ വചനമായിരുന്നവൻ, ദൈവത്തോട് കൂടെയായിരുന്നവൻ, ദൈവമായിരുന്നവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തു നമ്മളിൽ വസിക്കണം. ആ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. അപ്പോൾ നാമും ദൈവവുമായി ഒറ്റ വ്യക്തിയെ പോലെ ആയിത്തീരും. അങ്ങനെയുള്ള വ്യക്തികൾ ചില വിഷയങ്ങളെ ഇച്ഛിച്ചിട്ട് കർത്താവിനോട് യാചിച്ചാൽ അത് നിശ്ചയമായും നമുക്ക് ലഭിക്കും എന്നാണ് ഈ വചനം നമ്മെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം, പലപ്പോഴും നമ്മൾ ഇച്ഛിച്ചു, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അതിൻ്റെ അർത്ഥം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വസിക്കുന്നില്ല. അവൻ്റെ വചനം ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ നമ്മളിൽ വസിക്കുന്നില്ല. ഇന്ന് രാവിലെ സമയം യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ രാപ്പകൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്ന ഒരു ഭക്തനാണ് ഇല വാടാത്ത ഒരു വൃക്ഷം പോലെ, ആറ്റിരികത്ത് നിൽക്കുന്ന ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിന്റെ വചനം അത് ദിനംതോറും ധ്യാനിക്കുവാൻ, അത് ഹൃദയത്തിന്റെ ഉള്ളിലാക്കുവാൻ, അതിൻ പ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിന്റെ വചനപ്രകാരം പ്രവർത്തിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഇച്ഛിക്കുന്ന ഏതൊരു വിഷയത്തിനും ദൈവം തന്റെ മഹത്വത്തിനൊത്തവണ്ണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ഏതെന്തിനാൽ ഭാരപ്പെടുന്നുവോ? എന്താണ് പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഇതുവരെയും ദൈവം കേട്ടിട്ടില്ല എന്ന് തോന്നുന്ന വിഷയം? ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, വചനം ധ്യാനിക്കാം, ദൈവത്തിന്റെ വചനത്തെ ഉള്ളിലാക്കാം, ക്രിസ്തുവിൽ വസിപ്പാൻ ഇച്ഛിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആമേൻ.